യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് പ്രകാരമാണ് സുബോധം വീണ്ടെടുക്കുക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം തിരുവചനം. പിശാച് ബാധിതനായ വ്യക്തി വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നത് അവർ കണ്ടു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ആരംഭിക്കുന്നത് പിശാച് ബാധിതനായ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. അവനെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, അവൻ താമസിക്കുന്നത് ശവകുടീരങ്ങളിലാണ്, വസ്ത്രം ധരിക്കാറില്ലായിരുന്നു, ചങ്ങലകൾ കൊണ്ട് അവനെ ബന്ധിച്ചിരുന്നു, ആത്മീയമായിട്ട് അവൻ മരിച്ചവനായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവന് സുബോധമുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, അവന് സുബോധമുണ്ടായി. ധൂർത്തപുത്രൻ പിശാച് കാണിച്ച ഒരു വഴിയിലൂടെ അങ്ങോട്ട് പോയി, എല്ലാം നശിച്ചു, ആത്മാവ് നശിച്ചൊരവസ്ഥയിലെത്തി. കർത്താവിൻ്റെ വചനം പറയാണ്, അപ്പോൾ അവന് സുബോധമുണ്ടായി. ചിലർക്കൊക്കെ പോകുന്ന വഴി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു സുബോധം ഉണ്ടാകും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ പിശാചിൻ്റെ അടിമത്തത്തിലാണോ? പിശാച് കാണിച്ചു തരുന്ന വഴിയിലൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? എങ്കിൽ നീ തിരിച്ചു വരണം. ഒരു സുബോധത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. 2 തിമോത്തിയോസ് 2:26 നമ്മൾ ഇപ്രകാരം കാണും, പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ പിശാചിൻ്റെ കെണിയിലാണോ? ഒരു പക്ഷെ നമ്മൾ തിരിച്ചറിയില്ല, ഇത് കെണിയാണോ, ഇത് അവനൊരുക്കിയിരിക്കുന്ന ഒരു ചതിയാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടാത്തത്. ചിലരൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം ഈ കെണിയിൽ നിന്ന് ഇവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമേ, സുബോധം നൽകണമേ എന്ന്. ചിലർക്ക് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ആ സുബോധം നൽകും. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ പിശാചിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ നീ ഒരു കെണിയിലാണ്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ, സുബോധം വീണ്ടെടുത്തതുപോലെ, പിശാച് ബാധിതനായ വ്യക്തി പിന്നീട് സുബോധം തിരിച്ചു കിട്ടിയതുപോലെ നമുക്കും സുബോധത്തോടെ കർത്താവിങ്കിലേക്ക് തിരികെ വരാം. ഈശോ നിന്നെ കാത്തിരിക്കുകയാണ്. നീ തിരിച്ചു വന്നാൽ ധൂർത്തപുത്രന് എല്ലാം നൽകിയതുപോലെ എല്ലാ കൃപകളും ദാനങ്ങളും ഉയർച്ചയും വളർച്ചയും ഐശ്വര്യവും എല്ലാം ഈശോ നിനക്ക് തരും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ തിരിച്ചു വരണം, സുബോധം വീണ്ടെടുക്കണം. നീ ഈശോയുടെ പ്രിയപ്പെട്ട മകനാണ്, ഈശോയുടെ പ്രിയപ്പെട്ട മകളാണ്. ഈ ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുബോധം വീണ്ടെടുത്ത് പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപയും അനുഗ്രഹം ലഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവർ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.